ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറീൻ്റെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഞാൻ അരക്കപ്പ് കടലയാണ് എടുത്തത്. ഇതൊരു 7 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചെടുത്ത കടലയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 സവാളയാണ് നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും 2 പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ടാണ് എടുത്തത്. പിന്നെ ഞാൻ കടല കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കടല മുങ്ങി നിൽക്കുന്ന രീതിക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇവിടെ കടലയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. എനിക്ക് 5 വിസിൽ വേണ്ടി വന്നു. ഓരോ കുക്കർ അനുസരിച്ച് വിസിലിൽ മാറ്റം വരാം. പിന്നെ ഞാൻ ഇതിലെ കടല ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ഉടച്ചു കൊടുക്കുന്നുള്ളൂ. ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ അധികമൊന്നും വറ്റിച്ചെടുക്കുന്നില്ല. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കടലക്കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ലപോലെ തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.